രാഹുൽ മാങ്കൂട്ടത്തിനെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നതിൽ നിന്ന് വിലക്കുകയാണ് ഇപ്പോൾ പാലക്കാട് നഗരസഭ. നാളെ നടക്കുന്ന മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കരുത് നഗരസഭ രാഹുലിന് കത്ത് നൽകിയിട്ടുണ്ട്. ഗോകുൽ വിശദവിവരങ്ങളുമായി. ഗോകുൽ, സ്വാഭാവികമാണല്ലോ രാഷ്ട്രീയമായ പ്രതികരണങ്ങൾ വരും. അത് നഗരസഭയുടെ ഭാഗത്തു നിന്നാണെങ്കിലും MLA-ക്കെതിരെ അത്തരം പ്രതികരണങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ് പാലക്കാട്ടെ ഇന്നത്തെ അന്തരീക്ഷം? എങ്ങനെയായിരിക്കും രാഹുലിന് ഇനി പാലക്കാട്? സ്വാഭാവികമായും പാലക്കാട് ഇന്ന് വലിയ സംഘർഷങ്ങൾ അല്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു. BJP-യുടെ പ്രതിഷേധമുണ്ടായിരുന്നു, DYFI-യുടെ പ്രതിഷേധമുണ്ടായിരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇന്ന് MLA ഓഫീസ് കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ MLA ഓഫീസിനെതിരെ ഉണ്ടായിരുന്നു. ഇനി അടുത്ത ദിവസങ്ങളിൽ പ്രധാനമായും ഇനി രാഹുലിന് വരുന്ന പാലക്കാട് ജില്ലയിലെ ഒരു പ്രധാന പൊതുപരിപാടി നാളെ വൈകിട്ടാണ്. നാളെ വൈകിട്ട് ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനമാണ്. ആ പരിപാടിയിൽ അവിടെ മുഖ്യാതിഥിയായി രാഹുലിനെ ക്ഷണിച്ചിരുന്നു. പക്ഷേ ആ പരിപാടിയിൽ പങ്കെടുക്കരുതെന്നാണ് അതിന്റെ സംഘാടകരായ നഗരസഭ ഇപ്പോൾ രാഹുലിനോട് കത്ത് മുഖാന്തരം ആവശ്യപ്പെടുന്നത്. കാരണം രാഹുൽ പങ്കെടുത്താൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് നഗരസഭ ആരോപിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാം അതിലും പ്രത്യേകം ഒരു രാഷ്ട്രീയമുണ്ട്. നമുക്ക് തീർച്ചയായും കാണാൻ കഴിയും. കാരണം നഗരസഭ ഭരിക്കുന്നത് BJP ആണ്. ആ തരത്തിലുള്ള രാഷ്ട്രീയം എന്തായാലും അവിടെയുമുണ്ട്. എങ്കിലും അത്തരത്തിലുള്ള ഒരു കത്ത് നൽകുന്നു. നാളെ സ്വാഭാവികമായും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കും സാധ്യതയുണ്ട്. രാഹുൽ പങ്കെടുക്കുകയാണെങ്കിൽ MLA-ക്കെതിരെ ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തുകയാണ് പാലക്കാട് നഗരസഭ. രാഹുലിനെതിരായ പരാതികളുടെ വലിയ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ വിവാദങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കേണ്ടതില്ല പാലക്കാട് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടന ചടങ്ങിൽ എന്താണ് BJP ഭരിക്കുന്ന നഗരസഭ നൽകിയിരിക്കുന്ന കത്ത്. അസാധാരണമാണ് ഒരു കത്ത് നൽകുക എന്നത്. അത്രത്തോളം ഗൗരവതരമായി തന്നെ രാഹുലിനെതിരായ ആരോപണങ്ങൾ മാറി നിൽക്കുകയാണ്.